പക്ഷെ ഗുരുവിന് മുകളിലല്ലേ ദൈവം എന്ന് പറയുന്നൊരു ഒരിക്കലുമല്ല. അതെന്തുകൊണ്ടാണ്? ഈശ്വരന് പോലും തോൽപ്പിക്കാൻ പറ്റില്ല ഗുരുമണ്ഡലം ശക്തമായിരിക്കുന്ന ഒരാളിനെ. ഗുരുത്വമുള്ളവന് പ്രകൃതി എല്ലാം കൊണ്ടു കൊടുക്കും. കാരണം സാക്ഷാൽ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് ഈശ്വര സങ്കല്പത്തിലെ മഹാദേവൻ തന്നെയാണ്. ത്രിമൂർത്തികൾ സങ്കല്പത്തിൽ മഹാദേവൻ സർവവും മംഗളകരമാക്കുന്ന ഒരു ശക്തി സ്വരൂപമാണ് മഹാദേവൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗുരുവിനെ ലഭിക്കുകയില്ലല്ലോ അതാണല്ലോ കാലഘട്ടത്തിൽ. അതല്ലേ പറയുന്നത്, ഗുരുവിനെ കണ്ടാൽ കുത്തി കുത്തി ചോദിക്കണമെന്ന്. അവരാണ് നമ്മളെ ദൈവത്തെ കാണിച്ചു തരുന്നത്. കാരണം ഇത്രയും പ്രാരാബ്ദങ്ങൾക്കിടയിലും. അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വ്യത്യസ്ത അതിഥിയാണ് കലാ സുനിൽ പരമേശ്വരൻ. ടീച്ചറെ നമസ്തേ. നമസ്കാരം. ടീച്ചറെ കൂടുതൽ നമ്മൾ അറിയുന്നത് കാന്തല്ലൂർ സ്വാമിയുടെ അല്ലെങ്കിൽ സുനിൽ പരമേശ്വരൻ്റെ അദ്ദേഹത്തിൻ്റെ സംഭാഷണ വേളകളിലാണ്. ഇപ്പോൾ ടീച്ചറോട് സംസാരിക്കുന്ന വേളയിലാണ് ആരാണ് ടീച്ചർ എന്ന് പോലും ഞാൻ അറിയുന്നത്, ടീച്ചർ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് എന്ന് പോലും. ഒരു 10-15,000 സ്റ്റുഡൻസ് ടീച്ചറിനുണ്ട്. ടീച്ചർ ഒരു ഹീലറാണ്, ഒരുപാട് യോഗ മറ്റ് കാര്യങ്ങൾ അങ്ങനെ പലതരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരാൻ മടിക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അത്തരത്തിലാണ് എനിക്ക് ടീച്ചറിനെ തോന്നിയത്. ഞാൻ എത്രത്തോളം ടീച്ചറിനോട് ടീച്ചർ വരൂ, എടുക്കൂ, നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് കൺവീൻസ് ചെയ്താണ് ഈ വീഡിയോ എടുപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് ടീച്ചറിനോട് ചോദിക്കാനുള്ള വിഷയമെന്ന് പറയുന്നത്, ഇപ്പോൾ കാന്തല്ലൂർ സ്വാമിയുടെ സംഭാഷണങ്ങളിൽ പലപ്പോഴും സ്വാമി പറഞ്ഞു പോകുന്നത് ടീച്ചർ ഒരു കമ്മ്യൂണിസ്റ്റാണ്. ടീച്ചർ ഒരു കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ല, ദൈവം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ ഹീലിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് വന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന്? അദ്ദേഹം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. ഒരുപക്ഷെ എൻ്റെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മാനവികതയാണ്. കാരണം അനുകമ്പ, സ്നേഹം. ഞാനെപ്പോഴും പഴയ കമ്മ്യൂണിസ്റ്റുകാരിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ അച്ഛൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റായിരുന്നു. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പങ്കുവെക്കാനുള്ളൊരു മനസ്സ്. പക്ഷെ അതിൻ്റെ ഡീപ്പ് റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് അവൻ യഥാർത്ഥ ആത്മീയവാദിയും തന്നെയായിരിക്കും. കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ പങ്കുവെക്കലുകളിലാണ് കൂടുതലുള്ളത്. എല്ലാവർക്കും പങ്കുവെക്കാനാണ് ഋഷീശ്വരന്മാരെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ രീതിയിലുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് ഞാൻ. ഹൈന്ദവതയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ യഥാർത്ഥ ഹൈന്ദവതയിൽ അങ്ങേയറ്റം വിശ്വാസവും ബഹുമാനവും ഒക്കെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കാരണം അത്ര ആഴമുള്ളതാണ് ഹൈന്ദവത. എന്താണപ്പോൾ ഹൈന്ദവത എന്ന് പറയുന്നത്? ഇത് തന്നെയാണ് ശരിക്കും മാനവികത എന്ന് പറഞ്ഞാൽ ഹൈന്ദവതയാണ്. കാരണം പങ്കുവെക്കാനാണ് മഹാഋഷീശ്വരന്മാരെല്ലാം നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ അത് വേണ്ടി ലോപിച്ച്, അത് പറയാവോ എന്നെനിക്കറിയില്ല, ഇന്നത്തെ ഈ ഹൈന്ദവതയെ എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, നമുക്ക് ചുറ്റും കാണുന്ന ഹൈന്ദവരെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് കയ്യിൽ ചരട് കെട്ടി നമ്മുടെ സിന്ദൂരം ചാർത്തിയൊക്കെ ഉള്ളവരെ നമ്മൾ ഹൈന്ദവരെന്ന് വിശ്വസിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരൊക്കെ ആ ഹൈന്ദവതയുടെ യഥാർത്ഥ സ്വത്വം അല്ലെങ്കിൽ ആ തത്ത്, നമുക്കൊരു സത്തെന്ന് പറയില്ല, ആ സത്ത് അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കതൊന്നും അറിയില്ല. അവരെല്ലാം എല്ലാവരെയും അടച്ചല്ല ഞാൻ പറയുന്നത്, മിക്കവാറും ആൾക്കാരെല്ലാം തന്നെ ഈ ഹൈന്ദവതയെ വിറ്റ് ജീവിക്കുന്നത് പോലൊരു തോന്നൽ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ പറയാറുണ്ട്, ഞാൻ യഥാർത്ഥ ഹൈന്ദവതയിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന്. അതുകൊണ്ട് യഥാർത്ഥ ഹൈന്ദവത എന്നാണ് ടീച്ചർ പറയാൻ. ശരിക്കും ഈക്വാലിറ്റിയെ മീൻ ചെയ്യുന്നതാണല്ലോ ഹൈന്ദവത. എല്ലാവർക്കും കൊടുക്കാൻ പറയുന്നത്. പഴയ കമ്മ്യൂണിസവും പറഞ്ഞ അതാണ്, എല്ലാവർക്കും കിട്ടാഞ്ഞിട്ടല്ലേ ഒരു കമ്മ്യൂണിസത്തിന്റെ ആദ്യത്തെ തീപ്പൊരി ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അതും ശുഷ്കിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും മോശമായ ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ടാവാം. മനുഷ്യന് ആർത്തിയും എന്താ പറയണ്ട ആഗ്രഹങ്ങളും കൂടുമ്പോൾ അവനിലെ മനുഷ്യത്വം ഇല്ലാണ്ടാവുന്നു. മനുഷ്യത്വം ആരിലുണ്ടോ അവൻ നല്ല ഹൈന്ദവനുമാണ്. ഞാൻ ഹൈന്ദവനെന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഹിന്ദുക്കളെ മാത്രമല്ല, ഭാരതത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും, അവൻ മുസ്ലിം ആയിക്കോട്ടെ, അവൻ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അവൻ ഹൈന്ദവനാണ്. മാനുഷിക മൂല്യം ആര് സൂക്ഷിക്കുന്നുവോ
അവൻ നല്ല ഹൈന്ദവനാണ്. അത് തന്നെയാണ് പഴയ കമ്മ്യൂണിസം മീൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് 14 വർഷമായിട്ട് ടീച്ചർ ഹീലിംഗ് മൊഡാലിറ്റികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, ഹീൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഹീലിംഗ്? ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹീലിംഗ് മൊഡാലിറ്റികളുള്ള ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ എങ്ങനെയായിരുന്നു ഹീലിംഗിലേക്ക് കടന്നു വന്നത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ അധികം വിശ്വാസത്തിൻ്റെ തലത്തിൽ നിൽക്കുന്ന ഒരാളല്ലായിരുന്നു. എപ്പോഴും ലോജിക്കിൻ്റെ തലത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാത്തിലും ഞാനിങ്ങനെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ ചകഞ്ഞു പോകുന്നൊരു സ്വഭാവം പണ്ട് മുതലേ ഉള്ളതാണ്. ഞാൻ ബേസിക്കലി ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ടീച്ചറാണ്. അപ്പോൾ യോഗമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം ആർട്ട് ഓഫ് ലിവിങ് ശ്രീ രവിശങ്കർ എൻ്റെ ഗുരു, അദ്ദേഹമാണ് എൻ്റെ ഫൗണ്ടർ. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഫാക്കൽറ്റിയാണ് ഞാൻ. അപ്പോൾ അതിലൂടെയാണ് ഞാൻ ആദ്യം യോഗമാർഗം പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ റേക്കി പഠിച്ചിട്ടുണ്ട്, റേക്കി ഹീലിംഗ് ചെയ്യാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ആർട്ട് ഓഫ് ലിവിങ്ങിനകത്ത് വിവിധ തരം കോഴ്സുകളുണ്ട്. അതിൽ ഒന്നാണ് ബ്ലെസ്സിങ് ആൻഡ് ഹീലിംഗ്. ഞാൻ ഇപ്പോൾ ചെയ്യാറുള്ളത് ബ്ലെസ്സിങ്ങും ഹീലിങ്ങുമാണ്. ആ ഹീലിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു വിശ്വാസത്തിൻ്റെ ആഴം എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഒരു ഹീലിംഗ് കൊടുക്കുമ്പോൾ ഗുരുദേവ് എപ്പോഴും പറയാറുണ്ട്, ഹീലിംഗ് മേടിക്കുന്ന ആളും ഹീൽ ചെയ്യുന്ന ആളും പ്യുവർ ആണെങ്കിലാണ് യഥാർത്ഥത്തിലുള്ള ബ്ലെസ്സിങ്ങും ഹീലിംഗും നടക്കുന്നതെന്ന്. അതെനിക്ക് സ്വീകരിക്കുന്ന ആളും പ്യുവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരാൾ ഇപ്പം എന്നോട് ഒരാൾ വിളിച്ച് ബ്ലെസ് ചെയ്യണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്ലെസ് ചെയ്യും, ആ ബ്ലെസ്സിങ്ങിന് പവർ ഉണ്ട് എന്ന് ആ വിളിച്ച ആളിന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബ്ലെസ്സിങ്ങിന് പവർ ഉണ്ട്. അതിൻ്റെ പുറകിലുള്ള കാരണം ഞാൻ ചിന്തിക്കുന്നത് ഒന്ന് സാംബശിവ ഭാവത്തിലുള്ള ആ ഗുരുത്വം വർക്ക് ചെയ്യുന്നത് തന്നെയാണ്, ഗുരുദേവൻ്റെ ആ പവർ തന്നെയാണ്. രണ്ടാമത്തേത് ഒരു പുരുഷ പ്രയത്നം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും വിധിയിൽ വിശ്വസിച്ചിട്ട് പറയും, ഓ അതിൻ്റെ വിധിയാണ്, നമ്മൾ അവിടെ കളയും. പക്ഷേ ഭഗവാൻ 18 അധ്യായം പറയുന്നതിൻ്റെ കൂടെ എപ്പോഴും അർജുനോട് പറയുന്നുണ്ട് പുരുഷ പ്രയത്നത്തെക്കുറിച്ച്. പക്ഷെ നമ്മൾ ആ പുരുഷ പ്രയത്നം എടുക്കുന്നേ ഇല്ല. നമ്മൾ ആരും തന്നെ പുരുഷ പ്രയത്നം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനൊരു പവർ ഉണ്ടെന്നേ. അത് ആ പവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രകൃതിക്ക് നമ്മളെ അനുഗ്രഹിക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല. നമ്മളെ അത്രയ്ക്കും പവർഫുള്ളാണ് നമ്മൾ. കാരണം 1000 സൂര്യരശ്മികൾ ചിതറിപ്പോകുന്ന പോലെ നമ്മുടെ ചിന്തകളും നമ്മുടെ വികാര വിചാരങ്ങളും ചിതറിപ്പോകുന്നുണ്ട്. പുരുഷ പ്രയത്നത്തിലേക്ക് വരുമ്പോൾ എന്നെ രക്ഷിക്കാൻ വേറെ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ മൈൻഡ് വർക്ക് ചെയ്യും. ആ പവറിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. അത് ഉറച്ച വിശ്വാസമാണ്. ഞാൻ വിചാരിക്കുന്നത് നടക്കും എന്നുള്ളൊരു വിശ്വാസം, ആ വിശ്വാസത്തിലൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രയത്നം, ആ വിശ്വാസത്തിൽ എത്താൻ കൊടുക്കുന്ന പ്രയത്നം, അത് സംഭവിച്ചിരിക്കും. എൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ വിശ്വസിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. നമ്മൾ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലാ വിശ്വസിക്കണേ? നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു തലം എന്തുവാണ്? നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന രീതിയിൽ നടന്നാൽ നമ്മൾ വിശ്വാസിയായി മാറും. പക്ഷെ നമുക്ക് ഹിതമായത് എന്താണെന്ന് നമുക്ക് അറിയില്ല അല്ലേ? രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് നമ്മുടെ ഇഷ്ടം, ഒന്ന് നമുക്ക് ഹിതമായിട്ടുള്ളത്. ഗുരുക്കന്മാരെല്ലാം നോക്കുന്നത് നമ്മൾ ബ്ലെസ് ചെയ്യുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സർ നോക്കുന്നത് നിനക്ക് എന്താണോ ഹിതമായത് അത് സംഭവിക്കട്ടെ, അല്ലാണ്ട് നിൻ്റെ ഇഷ്ടം സംഭവിക്കട്ടെ എന്നല്ല. ഇഷ്ടം എന്ന് പറയുന്നത് കുറേ കഴിയുമ്പം മാറാം അല്ലേ? വേറൊരു ഇഷ്ടത്തിലേക്ക്, വേറൊരു ആഗ്രഹത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറും. പക്ഷെ നമ്മുടെ ഹിതമായത് ഒരിക്കലും മാറത്തില്ല. നിനക്ക് ഇതാണ് ഹിതമായിട്ടുള്ളത്, അത് ഈശ്വരൻ അല്ലെങ്കിൽ ഗുരുവിനറിയാം. അതാണ് നമ്മളിൽ സംഭവിക്കുന്നത്. ഹീൽ ചെയ്യുമ്പോഴും ബ്ലെസ് ചെയ്യുമ്പോഴും ഹിതമായിട്ടുള്ളത് സംഭവിക്കട്ടെ, അതാണ് നമ്മൾ ബ്ലെസ് ചെയ്യുന്നത്. ഹീൽ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതൊരു എനർജിയാണ്. ഞാൻ ഇപ്പം ചെയ്യുന്ന റേക്കി അല്ല, റേക്കി പ്രകൃതിയുടെ എനർജി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ചെയ്യുന്നത് കുറച്ചുകൂടെ പവർഫുള്ളാണെന്ന് എനിക്ക് തോന്നും. മീൻസ് ഞാൻ എപ്പോഴും ഈശ്വരന് മുകളിലാണ് ഗുരുത്വത്തെ കാണുന്നത്. അപ്പോൾ ആ ഗുരു തത്വമായിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ട് ഗുരുവിൻ്റെ എനർജിയിലൂടെയാണ് നമ്മൾ ബ്ലെസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗുരുത്വത്തിന് കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് നിലനിൽക്കാൻ കഴിയും. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത ദൈവത്തിനെ നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ച് തരുന്നത് ഗുരുവാണല്ലേ? അപ്പം ഗുരു അത്ര പവർഫുള്ളാണ്. അപ്പം ആ എനർജിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ ഗുരുവിന് മുകളിലല്ലേ ദൈവം എന്ന് പറയുന്നൊരു? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഈ എല്ലാ ഓരോ മണ്ഡലങ്ങളുണ്ട്. യമ മണ്ഡലം, കിങ്കിര മണ്ഡലം, ഗന്ധർവ മണ്ഡലം, പിതൃമണ്ഡലം,
ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ എത്രയോ മുകളിലാണ് ഗുരുവിൻ്റെ മണ്ഡലം. അതായത് ഇതിനെല്ലാം ഓരോ മണ്ഡല ദേവമണ്ഡലം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഗുരുമണ്ഡലം. ഓരോ കാലങ്ങളാണത്. അത് ഇങ്ങനെ കുറേ സ്ഥലം ഇങ്ങനെ കണ്ടുവച്ചിരിക്കുകയല്ല, അതൊരു കാലമാണ്. ആ കാലത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഗുരുത്വം എന്ന് പറയുന്നത് ഈ മുഴുവൻ പ്രകൃതിയും ചേർന്ന ബലമാണ്, ശക്തിയാണ്. ആ ഗുരുമണ്ഡലം വളരെ ശക്തമാണ്. ഗുരുമണ്ഡലം ശക്തമായിരിക്കുന്ന ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഈശ്വരന് പോലും തോൽപ്പിക്കാൻ പറ്റില്ല ഗുരുമണ്ഡലം ശക്തമായിരിക്കുന്ന ഒരാളിനെ. അതാ നമ്മൾ പറയില്ലേ, ഗുരുത്വം രക്ഷിച്ചാൽ ദൈവം രക്ഷിച്ചോളും, പക്ഷെ ഗുരുത്വം കൈവിട്ടാൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വളരെ സത്യസന്ധമായൊരു കാര്യമാണ്. കാരണം അത് മഹാമുനിമാരെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗുരുത്വത്തിന് എപ്പോഴും ഗുരുത്വം, നമ്മൾ പറയില്ലേ ഗുരുത്വം കെട്ടവനെ നിനക്ക് ഒന്നും നേരെ ആവില്ല. അത് ഗുരുത്വമില്ലെങ്കിൽ ഒന്നും നേരെ ആവില്ല. ഗുരുത്വമുള്ളവന് പ്രകൃതി എല്ലാം കൊണ്ടു കൊടുക്കും. കാരണം സാക്ഷാൽ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് ഈശ്വര സങ്കല്പത്തിലെ മഹാദേവൻ തന്നെയാണ്. അപ്പോൾ ആ ഗുരുത്വത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ഋഷീശ്വര സങ്കല്പങ്ങളെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചിരുന്നു. അപ്പോൾ ഒരു സംശയം, ഇപ്പോൾ മഹാദേവനെ നമ്മൾ ദൈവ സങ്കല്പത്തിലല്ലേ? മഹാദേവൻ ദൈവമാണ്. അപ്പോൾ മഹാദേവനല്ലേ ഈ ഗുരുസങ്കല്പത്തിനപ്പുറത്തേക്ക്? ഇപ്പോൾ മഹാദേവന്റെ ഒരു രൂപം മാത്രമല്ലേ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത്? അപ്പോൾ ദക്ഷിണാമൂർത്തികൾ മുകളിലല്ലേ മഹാദേവൻ വരേണ്ടത്? അല്ല, ഭഗവാൻ നമ്മൾ ത്രിമൂർത്തികൾ സങ്കല്പത്തിൽ മഹാദേവൻ സർവവും മംഗളകരമാക്കുന്ന ഒരു ശക്തി സ്വരൂപമാണ് മഹാദേവൻ. ആ മഹാദേവന് ഏറ്റവും ശക്തനായി തീരുന്നത് ദക്ഷിണാമൂർത്തി എന്ന ഗുരുരൂപം എടുക്കുമ്പോഴാണ്. ഭഗവാൻ ബാല്യരൂപത്തിൽ ഇരുന്നിട്ട് ഒരുപാട് വയസ്സായ 4 ശിഷ്യന്മാർക്കാണ് വിദ്യ പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ദക്ഷിണാമൂർത്തിയായിട്ട് വരുമ്പോഴാണ് ഭഗവാൻ ഏറ്റവും ശക്തനാവുന്നത്. ദേവഭാവത്തിൽ ഇരിക്കുന്നതിനെക്കാട്ടിലേറെ ആ ഗുരു രൂപത്തിൽ വരുമ്പോൾ, ദക്ഷിണാമൂർത്തിയായിട്ട് വരുമ്പോഴാണ്, ആ ഗുരുഭാവത്തിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിലെ ദൈവത്വവും ഗുരുത്വവും ഒരുപോലെ പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാഗുരു എന്ന് പറയുന്നതും. ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലേക്ക് അദ്ദേഹം വന്നതുകൊണ്ട് തന്നെയാണ് മഹാഗുരുവായിട്ട് മാറുന്നത്. അപ്പോൾ യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത് ആരാണ്? ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കുള്ളത്, ഇപ്പോൾ ടീച്ചർ ഒരു ഗുരുവാണ്, ഒരു 10-15,000 ശിഷ്യഗണങ്ങളുള്ള ഒരു ഗുരുവാണ്. എനിക്കൊരിക്കലും ഗുരു എന്ന് പറയാൻ പറ്റില്ല. എന്നെ ഗുരു എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, തലങ്ങളുണ്ട്. ഗുരുവിനെ ഒന്നും സാധിക്കാത്തതായിട്ടില്ല, ഒന്നും ടച്ച് ചെയ്യാൻ പറ്റില്ലാത്തതായിട്ടില്ല. നിരഹങ്കാരി, നിർമ്മമൻ, മോക്ഷത്തെ കൊടുക്കാൻ പ്രാപ്തനായവൻ, അവനാണ് ഗുരു. നമ്മളൊക്കെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഇല്ലേ? അവനെങ്ങനെയാണ് ഗുരു ആവാൻ പറ്റുന്നത്? ഗുരു എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഇച്ഛയില്ലാത്തവൻ, എന്നാൽ എല്ലാ ഇച്ഛയിലും സ്വരൂപനായിട്ടിരിക്കുന്നവൻ, അതാണ് ഗുരു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗുരുവിനെ ലഭിക്കുകയില്ലല്ലോ അതാണല്ലോ കാലഘട്ടത്തിൽ. അതല്ലേ പറയുന്നത്, ഗുരുവിനെ കണ്ടാൽ കുത്തി കുത്തി ചോദിക്കണമെന്ന്. എന്ന് വെച്ചാൽ ഗുരുവിനെ പോയി കുത്തി കുത്തി ചോദിക്കണമെന്നല്ല, ഈ ഗുരു എനിക്ക് പ്രാപ്തനാണോ, എനിക്ക് തരാനുള്ള ജ്ഞാനം ഇദ്ദേഹത്തിലുണ്ടോ, ഇദ്ദേഹം ഒരു സദ്ഗുരുവാണോ എന്ന് നമ്മൾ കുത്തി കുത്തി നോക്കണം. എന്നിട്ട് വേണം, വെറുതെ പോയിട്ട് ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുകയല്ല വേണ്ടിയത്. എത്രയോ ജന്മങ്ങളുടെ പുണ്യമാണ് ഒരു മഹാഗുരുവിനെ നമുക്ക് ഗുരുവായിട്ട് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ പറ്റുക, അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ജീവിക്കാൻ പറ്റുക, അദ്ദേഹം പറയുന്നതല്ല. ഒരു ഗുരു ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു അഹങ്കാരിയായി തീരാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഷെയറിങ്, കമ്പാഷൻ, ഇതൊക്കെ സത്യത്തിൽ എൻ്റെ ലൈഫിൽ, എൻ്റെ ഗുരു ശ്രീ രവിശങ്കർജി ലൈഫിൽ വന്നേ പിന്നെ എനിക്ക് പങ്കുവെക്കൽ ഒരുപാട് കൂടിയിട്ടുണ്ട്. എനിക്ക് ഒരാളെ പങ്കുവെക്കാൻ, ആ തലത്തിലേക്ക് പോകാൻ, നമ്മളെപ്പോഴും പറയുമല്ലേ, നമ്മൾ എപ്പോഴും നമുക്ക് വലിയൊരാളുമായിട്ട്, മീൻസ് വളരെ എന്താ പറയണ്ടേ, പബ്ലിക്കിൽ ഒരുപാട് നല്ല ആൾക്കാരുമായിട്ട് നമ്മളെ ഷെയർ ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്, നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഒരു ഭിക്ഷക്കാരിയുടെ കൂടെ, അല്ലെങ്കിൽ ഒരു പച്ചക്കറി വിറ്റ് ജീവിക്കുന്ന ഒരാളുടെ കൂടെയൊക്കെ നമുക്ക് ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്ക് അതിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ആ ജീവാത്മാവിനും ഈ നമ്മളീ വിചാരിക്കുന്നവരെക്കാട്ടിലും ദുരിതങ്ങൾ അനുഭവിക്കുന്നതാണ് ഇവരുടെ അടുത്തേക്ക് ഇരിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ദൈവത്തെ കാണുന്നത്. അവരാണ് നമ്മളെ ദൈവത്തെ കാണിച്ചു തരുന്നത്. കാരണം ഇത്രയും പ്രാരാബ്ദങ്ങൾക്കിടയിലും അവരടുത്ത് നമ്മളൊന്ന് സ്നേഹമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. ഈ ലോകത്ത് നമുക്ക് പലതും എല്ലാവരും ഇങ്ങനെ സേവ ചെയ്യണോ, അത് ചെയ്യുന്നു, അത് മേടിച്ചു കൊടുക്കുന്നു, ഇത് മേടിച്ചു കൊടുക്കുന്നു, ഇതൊക്കെ സേവ തന്നെയാണ്. പക്ഷേ
ഏറ്റവും വലുത് ഒരാളെ കേൾക്കുക എന്നതാണ്. ഈ പൈസയുള്ളവരെയും സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നവരെയൊക്കെ കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഇത്തരക്കാരെ കേൾക്കാൻ ആൾക്കാരുണ്ടാവില്ല. പക്ഷെ അവരുടെ അടുത്തേക്ക് പോയി അവരെ കേൾക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം, എന്നെ കേൾക്കാനും, നമ്മൾ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസമാണ് അവരെ പങ്കുവെക്കാൻ. എന്നെ കേൾക്കാൻ എത്രയും ഇങ്ങനെയുള്ള ഒരാൾ വന്നല്ലോ എന്നെ കേൾക്കാൻ. അവർക്കൊന്നും വേണ്ട, അവരെ ഒന്ന് കേട്ടാൽ മതി. അത് തന്നെയാണ് ഈശ്വര സേവയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.